ഒരിക്കൽ ആ നാട്ടിലെ രാജാവിന് വലിയൊരു സംശയം. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ രാജസഭയിലെ പണ്ഡിതന്മാരോടും വിദ്വാൻമാരോടും ചോദിച്ചു, പണ്ഡിതന്മാരും വിദ്വാൻമാരുമായി നിങ്ങൾ ആരെങ്കിലും എൻ്റെ സംശയത്തിന് മറുപടി പറയുക. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ പറയുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും മാത്രമാണ് ശരി എന്ന് വിചാരിക്കുന്ന ഒരാളുമായി എനിക്ക് സംസാരിക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത രീതിയിൽ ഞാൻ അയാളോട് സംസാരിക്കേണ്ടത്? ആ ദർബാറിലുണ്ടായിരുന്ന പണ്ഡിതന്മാരും വിദ്വാൻമാരും ഓരോരുത്തരും ഓരോ മറുപടികൾ പറഞ്ഞു. പക്ഷേ ആ മറുപടിയൊന്നും രാജാവിനെ തൃപ്തനാക്കിയില്ല. ആ സഭയിലെ എല്ലാവരും മറുപടി പറഞ്ഞിട്ടും മന്ത്രി മാത്രം മൗനമായി എന്തോ കാര്യമായി ആലോചിച്ചുകൊണ്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട രാജാവ് മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, താങ്കൾ എന്താണ് മൗനമായി ഇരിക്കുന്നത്? ഈ ചോദ്യത്തിന് താങ്കൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന്. നീണ്ട നേരം എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന മന്ത്രി രാജാവിൻ്റെ ചോദ്യം കേട്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അറിവിൽ മഹാപണ്ഡിതനായ ഒരാളുണ്ട്. നാളെ സഭയിലേക്ക് വരുമ്പോൾ ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ടുവരാം. അങ്ങയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. പിറ്റേ ദിവസം പ്രഭാത സവാരിക്കിടെ ആട് മേയ്ക്കുന്ന ഒരാൾ തൻ്റെ ആടുകളെയെല്ലാം മേയാൻ വിട്ട ശേഷം ഒരു മരത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുന്നത് മന്ത്രി കണ്ടു. മന്ത്രി അയാളുടെ അരികിൽ ചെന്നു അയാളോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ജോലി തരാം. ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വളരെ എളുപ്പമുള്ള ഒരു ജോലി. നല്ല ശമ്പളവും തരാം. അതെന്ത് ജോലിയാണ് എന്ന് ആട് മേയ്ക്കുന്ന ആൾ മന്ത്രിയോട് ചോദിച്ചു. നിന്നെ ഞാനിപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജാവിന് പരിചയപ്പെടുത്തി കൊടുക്കും. ആ സമയം രാജാവ് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് നീ ഒരു കാരണവശാലും മറുപടി പറയരുത്. എന്ത് ചോദിച്ചാലും മൗനമായി നിൽക്കണം. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ 100 സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് സമ്മാനമായി തരും. 100 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി തരും എന്നറിഞ്ഞപ്പോൾ ആടുമേയ്ക്കുന്ന ആൾ മന്ത്രിയോട് സമ്മതം പറഞ്ഞു. മന്ത്രി നേരെ അയാളെ മന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയാനായി അയാൾക്ക് കൊടുത്തു. അതിനുശേഷം അയാളെ കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവിനെ കണ്ടതും മന്ത്രി പറഞ്ഞു, മഹാരാജൻ, ഇതാണ് ഞാൻ പറഞ്ഞ ആ മഹാപണ്ഡിതൻ. ഇദ്ദേഹത്തിന് അറിയാത്തതായി ഒന്നും തന്നെയില്ല. അങ്ങ് എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ തന്നെ ഉത്തരം പറയാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. രാജാവിന് ആടുമേയ്ക്കുന്ന ആളെ മന്ത്രി പരിചയപ്പെടുത്തി. രാജാവ് അയാളെ അടിമുടി നോക്കി. അയാളുടെ രൂപത്തിനും അയാൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾക്കും ഒരു സംബന്ധവുമില്ലല്ലോ. മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കണ്ടാൽ ഒട്ടും പഠിക്കാത്ത ആളെപ്പോലെയാണ് തോന്നുന്നത് എന്ന് രാജാവ് മനസ്സിൽ കരുതി. എന്തു തന്നെയായാലും മന്ത്രി കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല എന്ന് രാജാവ് ചിന്തിച്ചു. രാജാവ് അയാളോട് ചോദിച്ചു, ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ആടുമേയ്ക്കുന്ന ആൾ മന്ത്രി പറഞ്ഞതുപോലെ രാജാവിനോട് മറുപടിയൊന്നും പറയാതെ മൗനമായി നിന്നു. രാജാവ് ചോദിച്ചു, എന്താണ് പണ്ഡിത ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ നിൽക്കുന്നത് എന്ന്. അതിനും അയാൾ മറുപടിയൊന്നും പറയാതെ രാജാവിനെ തന്നെ നോക്കി നിന്നു. ഇനിയൊരു പക്ഷേ ഇയാൾക്ക് ചെവി കേൾക്കാത്തതാണോ എന്ന് സംശയം തോന്നിയ രാജാവ് തൻ്റെ ചോദ്യം കുറച്ചുകൂടെ ഉച്ചത്തിൽ ചോദിച്ചു. അപ്പോഴും അയാൾ മറുപടിയൊന്നും പറയാതെ നിന്നു. ഇതിലും മേലെ ക്ഷമയില്ലാതെ രാജാവ് മന്ത്രിയോട് കോപത്തോടെ ചോദിച്ചു, അല്ലയോ മന്ത്രി, താങ്കളല്ലേ പറഞ്ഞത് ഇയാൾ മഹാപണ്ഡിതനാണ് എന്ന്? എന്നിട്ട് എന്താണ് എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയൊന്നും പറയാതെ മൗനമായി നിൽക്കുന്നത്? രണ്ടുപേരും ചേർന്ന് എന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണോ? അതിന് ഒട്ടും ഭയപ്പെടാതെ മന്ത്രി പറഞ്ഞു, മഹാരാജൻ, അങ്ങ് കുറച്ചുകൂടി സമാധാനത്തോടെ ശാന്തമായി ചിന്തിച്ചു നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും
ഈ പണ്ഡിതൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന്. അങ്ങ് ഓരോ പ്രാവശ്യം ചോദ്യം ചോദിക്കുമ്പോഴും അദ്ദേഹം മറുപടി പറയുന്നുണ്ടായിരുന്നു. എന്ത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇയാൾ മറുപടി പറഞ്ഞു എന്നോ? എന്താ, നിങ്ങൾക്കെന്നെ കാണുമ്പോൾ ബധിരന്മാരെയാണോ തോന്നുന്നത്? രാജാവ് അത്യധികം കോപാകുലനായി. മഹാരാജൻ, അദ്ദേഹം വായി തുറന്ന് മറുപടി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹം മറുപടി പറഞ്ഞത് പ്രവൃത്തിയിലൂടെയാണ്. പക്ഷേ അങ്ങേക്കത് മനസ്സിലായില്ലെന്ന് മാത്രം. മന്ത്രി ഇങ്ങനെ പറഞ്ഞതും രാജാവിന് ഒന്നും മനസ്സിലായില്ല. അതായത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒന്നും സംസാരിക്കാതെ മൗനമായി ഇരിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് മന്ത്രി പറഞ്ഞു. തൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയതും രാജാവിൻ്റെ മനസ്സ് ശാന്തമായി. എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരി എന്ന് കണ്ണുമൂടി പിടിവാശിയോടെ വിശ്വസിക്കുന്ന ഒരാൾ തൻ്റെ മനസ്സിൽ ഒരു കാര്യത്തെ ഫിക്സ് ചെയ്താൽ ഒരിക്കലും അയാളെ അതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ്, ഇതാണ് ശരി, ഇതിങ്ങനെയാണ്, അങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് അയാളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവസാനം നമ്മൾ വിഡ്ഢികളാവും. അയാൾ സംസാരിക്കുന്നത് കേട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇനി ചിലപ്പോൾ നമ്മളാണോ തെറ്റ്, നമുക്കാണോ മനസ്സിലാവാത്തത് എന്ന് നമ്മളെപ്പോലും മാറ്റി ചിന്തിപ്പിച്ച് കൺഫ്യൂഷനാക്കും. ഇവിടെ ശരിക്കും നമ്മളാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലാണ്. ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്ന് ഇവരിൽ ആരെങ്കിലും ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവിടെ തുടങ്ങും മറ്റേയാളുടെ കഷ്ടകാലം. ഇനി ഇതുപോലുള്ള ആളുകളെ കാണുമ്പോൾ അവരെ മാറ്റിയെടുക്കാം, അവരെ പറഞ്ഞു മനസ്സിലാക്കാം എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്നതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത്. ആരായാലും മാറ്റാൻ ശ്രമിച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ട. കാരണം നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യർ അങ്ങനെയാണ്. അവരൊരിക്കലും മാറില്ല, മാറ്റിയെടുക്കാനും കഴിയില്ല. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. മറ്റുള്ളവരെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത്, പകരം മാറേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പലതും താനേ മാറും. മൗനമാണ് ഇവർക്കുള്ള ഏറ്റവും നല്ല മറുപടി.